കൊട്ടാരത്തിൽ ഒരാൾ വന്നിരിക്കുന്നു. ആര്? കുതിരയും തലപ്പാവും ഒക്കെ ഉണ്ട്. അറേബ്യയിൽ നിന്ന് വന്നതാണ് അത്രേ. എന്നിട്ട് എവിടെ? പഴയ മാളികയിൽ താമസം തുടങ്ങി. വണിക്കുകൾക്ക് വിലപേശി വാങ്ങാൻ ധർമ്മപുരിയിൽ ചന്തങ്ങളില്ല. കൊട്ടാരമല്ല, ധർമ്മപുരിയിൽ ഒരു മണൽത്തരി പോലും വാങ്ങാമെന്ന് മോഹിക്കണ്ടെന്ന് പറഞ്ഞോളൂ നിന്റെ കാലാബായിയോട്. കാലാബായിയോ? എനിക്കറിയില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അജ്ഞത നടിക്കണ്ട. ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ അടവ് മാറ്റം. തന്ത്രം പിഴച്ചാൽ പിന്നെ ചതി. അതിനും മടിക്കില്ല നിന്റെ കാലാബായി. അറേബ്യയിലെ വണിക്കുകൾ ചതിക്കാറില്ല. പ്രവചനങ്ങൾ കേൾക്കാൻ ഞങ്ങളില്ല. വന്ന പോലെ മടങ്ങിക്കൊള്ളൂ. ഇല്ലെങ്കിൽ ധർമ്മപുരിയിലെ ശാന്തിപാഠം ഞങ്ങൾക്ക് ലംഘിക്കേണ്ടി വരും. പേരെന്താന്ന്?
अच्छा पूरा आइटम अर्धा किलो पैक करो എല്ലാ സാധനവും 1/2 കിലോ വെച്ച് പൊതിഞ്ഞു തരാൻ പോനെ नया ऑफिसर है हर एक गांव वालों धर्मपुरी वासियों सुनो मैं गोपाल गौड़ा हूं मैं हिंदुस्तान का एक पुराना जवान था वर्ल्ड वॉर के बाद मैं रिजाइन कर दिया नाउ आई एम ए पुलिस कांस्टेबल हिंदुस्तान का एक अच्छा नया स्ट्रिक्ट ऑफिसर वेलर क्या चाहिए इधर आओ പഠോ സർക്കാരിന്റെ ഉത്തരവാണിത് ധർമ്മപുരിയിലെ ആബാല വൃന്ദം ജനങ്ങളും അവരവരുടെ കിടപ്പാടങ്ങളും കൃഷിസ്ഥലങ്ങളും എത്രയും വേഗം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാകുന്നു നിർത്ത് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞോളൂ നിന്റെ സർക്കാരിനോട് ആരാണ് നിന്നെ അയച്ചത് നിന്നെ നിയോഗിച്ചത് ആരാണെന്ന് കാലാഭായ് എങ്കിൽ അവനോട് പറഞ്ഞേക്കൂ ധർമ്മപുരിയിൽ അവശനായ രാജാവ് മാത്രമല്ല ചോരയും വീറുമുള്ള യുവാക്കൾ ഇനിയും ബാക്കിയുണ്ടെന്ന് പറയാനെത്തിരിക്കുന്നു നേരിൽ കണ്ടു കഴിഞ്ഞല്ലോ ധർമ്മപുരിയിലെ വിശേഷങ്ങൾ അറിയുന്നുണ്ടാവും അല്ലേ ഗൗഡർ? അറിയുന്നു. അതാണ് ഈ വരവിന്റെ ഉദ്ദേശം. അങ്ങ് പറഞ്ഞതുപോലെ നിസ്സാരമല്ല ഒഴിച്ചുപോക്കെന്ന് തോന്നുന്നു. എതിർപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും എതിർക്കാൻ ധൈര്യമോ? ആര്? യുവാക്കളുടെ പ്രതീകമാണ് പോലും. ആ താന്തോന്നിയെ ഞാനും ശ്രദ്ധിച്ചിരുന്നു മുമ്പ്. വ്യക്തമായി പറയൂ. സലീം ഒരനാഥനാണ്. അവിടുന്ന് അറിയും. മുമ്പ് അങ്ങൊരു പാഠം പഠിപ്പിച്ച ഉസ്താദിന്റെ വളർത്തുമകൻ. അച്ഛനേക്കാൾ വാശിയുണ്ടെന്ന് തോന്നുന്നു മകന്. സലീം. ശിവപ്പ, ശിപ്പായികളുടെ വിവരണം കേട്ടുവോ? കേൾക്കുന്നുണ്ട്. ചെല്ലു. ബാലപാഠങ്ങൾ ഹൃദയസ്ഥമാക്കും മുമ്പ് പൂർണ്ണ വിരാമം ആകട്ടെ. ഞങ്ങൾ പോണു. ലൈല നിൽക്കൂ. ഞാനും. വേണ്ട, സാവധാനം വന്നാ മതി. എന്താ നിന്നത്? പോകാമായിരുന്നില്ലേ? പോകുകയാണ്. ഏറിയാൽ 4 നാൾ. രാജാവും പോകാൻ തീരുമാനിച്ചത്രേ. അച്ഛൻ പറഞ്ഞു. ഭീരുക്കൾ. ഭ്രാന്തുണ്ടോ നിന്റെ അച്ഛന്? അതുതന്നെയാവും തീരുമാനം. ഒറ്റയ്ക്ക് എതിർക്കാൻ പോണെന്ന് കേട്ടു. ഭ്രാന്ത് ആർക്കാണെന്ന് പറയണോ? വേണ്ട, പറയണ്ട. നാട് മുഴുവൻ ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, ധാരാളം. എനിക്കറിയേണ്ടത് ഈ മനസ്സാണ്. ഭ്രാന്തന്റെ കൂടെ മരണം വരെ നിൽക്കുന്നു, അതോ ഭയന്നോടുന്നവരോട് ചേരുന്നു? അറിയാം, അവസരത്തിനൊത്ത് മാറുന്നവളാണ് സ്ത്രീ എന്നും. മറുപടി പറയണമെന്നില്ല. നിൽക്കൂ. അടച്ചാക്ഷേപിച്ചല്ലോ. സന്തോഷം. ഒന്നോർത്താൽ നന്ന്. ഈ ഭ്രാന്താണ് എന്നെ ആകർഷിച്ചതെങ്കിൽ മരണം വരെ കൂടെ നിൽക്കാനും ധൈര്യമുണ്ട് ഭൈരവിക്ക്. അറിയാം, എനിക്കറിയാമായിരുന്നു നീ ഇത് പറയുമെന്ന്. രാജ്യം മുഴുവൻ ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ, ഞാനുണ്ടാവും കൂടെ.
യുദ്ധം തുടങ്ങാറായി. ഇക്കാലം അത്രയും കൊതിച്ച മുഹൂർത്തം അടുക്കാറായി. കാലാബായി, നിന്നെ എനിക്ക് നേരിൽ കിട്ടണം. ഇവിടെ ഈ മണ്ണിൽ ഒറ്റയ്ക്ക്. പിന്നെ ഇഞ്ചിഞ്ചായി ഓരോ തുള്ളി നോവും അറിയിച്ച് മരിക്കാൻ സമ്മതിക്കാതെ. അറിഞ്ഞില്ല, രക്ഷകനാണെന്നറിയാൻ വൈകി, ക്ഷമാപണം. അരുത്. ധർമ്മപുരിയിൽ യുദ്ധക്കൊതിയും വീര്യമുള്ള കണ്ണുകൾ കണ്ടത് നിന്നിൽ മാത്രമാണ്. നിനക്കായി ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ എനിക്കായി മാത്രം. ലക്ഷ്യമെന്തെന്നറിയാൻ മോഹമുണ്ട്. വേണ്ട, നിങ്ങളതറിയണ്ട. കേട്ടാൽ ഒരു അറബിക്കഥ എന്നേ തോന്നും. എല്ലാം ശുഭമാകാൻ പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട്. വണിക്കുകൾ യുദ്ധം ചെയ്തുവെങ്കിൽ അത് അത്ഭുതം. ധീരതയെ നാം മാനിക്കുന്നു. ആരാണ് നിങ്ങൾ? ലക്ഷ്യം കച്ചവടം മാത്രമോ? ലക്ഷ്യം അതെനിക്ക് തന്നെ വ്യക്തമല്ല. അനീതിയെ എതിർത്തത് തികച്ചും സ്വാഭാവികം മാത്രം. കാലാശക്തനാണ്. എതിർക്കുന്തോറും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന മനുഷ്യൻ. പരദേശിയായ ഒരു കച്ചവടക്കാരന്റെ നീതിബോധം കാലായ്ക്ക് മനസ്സിലാവില്ല. അതയാൾക്കൊരു മൃഗയാവിനോദമാവും മുൻപ് മടങ്ങിപ്പോയിക്കൊള്ളുക.
ഒരിക്കലെങ്കിലും ധർമ്മപുരിക്ക് വേണ്ടി നോവറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി. സമാധാനം മാത്രം കാംക്ഷിച്ച ആ നല്ല പ്രവാചകന്റെ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ധർമ്മത്തിന് പുകൾവറ്റ വംശത്തിലെ അവസാന രാജാവിന്റെ പലായനത്തിന് മുമ്പ് ഒരിറ്റ് രക്തം ഈ മണ്ണിൽ ധർമ്മത്തിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ അരുത്. ഇനിയുമൊരു രക്തച്ചൊരിച്ചിൽ അത് വേണ്ട. നാം ധർമ്മപുരി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ. ആരും ഒഴിഞ്ഞു പോകുന്നില്ല. ഒരു രാജ്യത്തിന് മുഴുവൻ സമാധാനം ലഭിക്കുമെങ്കിൽ യുദ്ധം അനിവാര്യം തന്നെ. സമ്മതിക്കുന്നു. പക്ഷേ നിത്യവൃത്തിക്കൊഴിലുന്ന പാവം ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പറയുന്നതോ രാജധർമ്മം അല്ല. പരദേശിയായ ഒരു കച്ചവടക്കാരന് തോന്നുന്ന ധർമ്മബോധമേ വേണ്ടൂ. ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടാവും ആത്മധൈര്യത്തിന്. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കൽ. അവിടുത്തെ അനുവാദം. മുന്നിൽ നിൽക്കാൻ ധീരനായ ഈ കച്ചവടക്കാരനും മതി. കാലാബായി എതിർക്കാൻ അത് ധാരാളം. വേഗത കുറച്ചോളൂ മമ്മു. ഇത്ര വേഗം പോയാലേ വൈകും മുമ്പ് ക്ഷേത്രത്തിലെത്തും. മമ്മു, ആരാണത്? പഴയ മലയിൽ താമസിക്കുന്നില്ലേ ആ കച്ചവടക്കാരൻ. ഒരു നന്ദി വാക്ക് പറയാമായിരുന്നു. നന്ദി വാക്ക് പറയാൻ പറഞ്ഞു. കൊട്ടാരത്തിന്നാണ്.